പി നാസർ, അദ്ദേഹം മേപ്പാടി പഞ്ചായത്ത് അംഗമാണ്. ശ്രീ പി നാസർ, ഇപ്പോൾ ഇനി അങ്ങോട്ട് ഏത് രീതിയിൽ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം വന്നിരിക്കുന്നത്? അത് സാറേ, പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യപ്പെടുന്ന മുറക്ക്, അതായത് ഏകദേശ ഭാഗങ്ങൾ തെരഞ്ഞു കഴിഞ്ഞ് ഇന്നലെ വന്നതിന് ശേഷം പിന്നെ ജീവന്റെ തുടിപ്പ് കണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ പോയി തെരഞ്ഞു. അപ്പം അവിടെ ആ മുണ്ടക്കൈ പ്രദേശത്ത് തെരച്ചിൽ എത്രത്തോളം സാധ്യമാകും അത്രത്തോളം തിരിച്ചു കിട്ടാൻ ഒരുപാട് ആളുകൾ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അവരെ കിട്ടാനുള്ള സാധ്യത ഉള്ളിടത്തോളം തിരച്ചിലുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അത് എത്ര ദിവസം നീളും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. നാസർ, അതുപോലെ തന്നെ ഇപ്പോൾ 206 പേരെ കാണാനില്ല എന്നാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ അവിടുത്തുകാരാണല്ലോ, എങ്ങനെയാണ് അത്? അതിലും അപ്പുറത്തേക്ക് ആളുകൾ അവിടുന്ന് മിസ്സിംഗ് ആണ് എന്നാണോ ഇപ്പോഴത്തെ ഒരു അനുമാനം? ഇന്ന് അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഇന്ന് ADGP തന്നെ പറഞ്ഞിരുന്നു, ഈ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയിരുന്നു, അവിടെ ഫോൺ കോളുകൾ വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 400ഓളം ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണെന്നാണ്. അത്രയ്ക്ക് വരുമോ? എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അതായത് ഇന്ന് രാവിലെ അവിടെ ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർക്ക്, BLOമാർ ഒക്കെ പാടിയിരുന്ന് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം 216ഓളം മിസ്സിംഗ് കേസുകളാണ് ഇപ്പം നമുക്ക് കാണുന്നത്. മിസ്സിംഗ് കേസുകളാണ് നാസർ. അത് നിങ്ങളുടെ ഒരു കണക്ക് കൂട്ടലിൽ വന്നിട്ടുള്ളത് അല്ലേ? അത് മൂന്ന് വാർഡുകളിൽ നിന്നും കൂടിയിട്ടാണ്. 10ാം വാർഡില്, അതായത് അട്ടമല പ്രദേശത്ത് 8 മിസ്സിംഗ് കാണുന്നുണ്ട്. 12, അതായത് ചൂരൽമല പ്രദേശത്ത് 64 മിസ്സിംഗ് ആണ് കാണുന്നത്. അതേമാതിരി പ്രളയം ഉത്ഭവിച്ച 11ാം വാർഡ്, അതായത് മുണ്ടക്കായിൽ നിന്ന് 143 മിസ്സിംഗ് കേസുകളും കൂടിയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ചില വേരിയേഷൻ ഉണ്ടാകാം. ഇപ്പോൾ ഇന്നും അതിന്റെ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ വൈകുന്നേരം വരെ നമുക്ക് കിട്ടിയ കണക്കാണിത്. അത് ആശാ വർക്കർമാർ, അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ്, വാർഡ് മെമ്പർ, കഴിഞ്ഞ ഭരണസമിതിയിലെ ആ വാർഡിലെ മെമ്പർ ഒക്കെപ്പാടെ ഇരുന്നിട്ട് ഇന്ന് നമ്മൾ ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു കണക്കാണിത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇനിയും തുടരണം, ഇത് തന്നെയാണോ നിങ്ങൾ അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതായത് സാധ്യമാണെങ്കിൽ അവരെ കിട്ടുന്നവരെ തുടരണമെന്ന് നമ്മൾ ആവശ്യം. കാരണം അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവിടെ ആ പ്രദേശത്ത്, മുണ്ടക്കൈ പ്രദേശത്താണല്ലോ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കേസുകളും ഉള്ളത്. അപ്പോൾ അവിടുന്ന് അത് കിട്ടാനുള്ള, പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ മൃതശരീരങ്ങൾ ഏകദേശം ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂർ വരെ എത്തിയ സ്ഥിതിക്ക് അവിടെ എത്രയുണ്ട്, ഇവിടെ എത്രയുണ്ട് എന്നുള്ളതൊന്നും, നമുക്ക് പുഴകളിൽ എത്രയുണ്ട് എന്നൊന്നും നമുക്ക് നിയമിക്കാൻ പറ്റുന്നതല്ല. ശരി, ശ്രീ സതീഷ് ഗോപി, ഇപ്പോൾ നാസർ, അദ്ദേഹം മേപ്പാടി പഞ്ചായത്ത് അംഗം കൂടിയാണ്. അദ്ദേഹം അവിടെ സജീവമായിട്ട് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ഇപ്പോഴും അദ്ദേഹം സജീവമായിട്ട് അവിടെയുണ്ട്. ഈ നേരത്തെ ഒരു ഗ്രാഫിക്സ് കാർഡ് കണ്ടിരുന്നുവല്ലോ.